അൽ മക്കി വൽ മദനി. ഖുർആനിലെ സൂറത്തുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മക്കി സൂറത്തുകളെന്നും മദനി സൂറത്തുകളെന്നും. എന്താണ് മക്കി സൂറത്തുകളും മദനി സൂറത്തുകളും തമ്മിലുള്ള വ്യത്യാസം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം 23 വർഷക്കാലമാണ് ജീവിച്ചത്. 13 വർഷക്കാലം മക്കയിലും 10 വർഷക്കാലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിലുമാണ് ജീവിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന മഹത്തായ സംഭവമായ ഹിജ്റയെ അടിസ്ഥാനമാക്കിയാണ് ഖുർആനിലെ സൂറത്തുകളെ മക്കി സൂറത്തുകളെന്നും മദനി സൂറത്തുകളെന്നും വേർതിരിച്ചിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളെയാണ് മക്കി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്തുകളെയാണ് മദനി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഹിജ്റക്ക് ശേഷം മക്കയിലോ അതിന്റെ പരിസര പ്രദേശങ്ങളിലോ അവതരിച്ച സൂറത്തുകളാണെങ്കിൽ പോലും അവയെ മദനി സൂറത്തുകൾ എന്നാണ് പറയുക. ഉദാഹരണത്തിന് സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് അവതരിക്കുന്നത് ഹുദൈബിയ സന്ധിക്ക് തൊട്ട് ശേഷമാണ്. അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷം മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ, എന്നാൽ മക്കയുടെ പരിസരം വിടുന്നതിന് മുന്നെയാണ് സൂറത്തുൽ ഫത്ഹ് അവതരിക്കുന്നത്. എന്നാൽ ഹിജ്റക്ക് ശേഷമായതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫത്ഹ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മദനി സൂറത്തുകളിലാണ്. അതായത് മക്കി മദനി എന്നതിനെ വേർതിരിക്കുന്നത് അതിന്റെ പ്രദേശമോ അതിന്റെ സ്ഥലമോ കണക്കാക്കിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ആയത്തുകൾ നോക്കിക്കൊണ്ടല്ല, അതിന്റെ സമയം ഏതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പാണോ ഹിജ്റക്ക് ശേഷമാണോ എന്ന് നോക്കിക്കൊണ്ടാണ്.